വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. CPM-ന്റെ സാംസ്കാരിക മുഖമായ MA ബേബി ഇനി ജനറൽ സെക്രട്ടറി MA ബേബിക്കായുള്ള ശുപാർശ പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു. EMS നമ്പൂതിരിപ്പാടിന് ശേഷം ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് MA ബേബി. മറുനാടൻ മലയാളി എന്ന നിലയിൽ പ്രകാശ് കാരാട്ടും കേരളത്തിൻ്റെതായി ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള MA ബേബിയുടെ പേരിനെ എതിർത്തിരുന്ന ബംഗാൾ ഘടകം ഒടുവിൽ പിന്മാറുകയായിരുന്നു. ഏറെക്കാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ് MA ബേബി. പാർലമെൻ്ററി പരിചയവും സംഘടനാ തലത്തിലെ മികവും ബേബിക്ക് അനുകൂലമാവുകയായിരുന്നു. തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിന്നിരുന്നു. കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം ബേബി നുകർന്നത് 2016 മുതൽ CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് ബേബിയുടെ പ്രവർത്തനം. 1989 കേന്ദ്ര കമ്മിറ്റി അംഗമായ ബേബി 2012 PBയിലെത്തുന്നത്. 1974 SFI കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമായതോടെ തന്നെ ബേബി ദേശീയ തലത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു. 1979 SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. 1983 DYFI അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി ആയത്. 1989 CPM കേന്ദ്ര കമ്മിറ്റിയിലെത്തി. നാളിതുവരെ ഒരു വിഷയത്തിലും വൈകാരികമായി അഭിപ്രായം പറയാത്ത ബേബി CPM-ലെ ബുദ്ധിജീവികളുടെ കൂട്ടത്തിലാണെന്നും എന്നും നിലയുറപ്പിച്ചത്. കൊല്ലം പ്രാക്കുളത്ത് PM അലക്സാണ്ടറുടെയും ലില്ലിയുടെയും 8 മക്കളിൽ അവസാനത്തെ മകനായിരുന്നു ബേബി. മകനെ സ്ഥിര വരുമാനമുള്ള എന്തെങ്കിലും ജോലിയിൽ എത്തിക്കണമെന്നായിരുന്നു മാതാവിൻ്റെ ആഗ്രഹം. അക്കാലത്ത് ബേബിയടക്കം 4 മക്കൾ മാത്രമായിരുന്നു ജീവിച്ചിരിപ്പുണ്ടായിരുന്നത്. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റു 3 പേരും PSC പരീക്ഷയും ബാങ്ക് പരീക്ഷയും ഒക്കെ എഴുതി സർവീസിൽ കയറിയെങ്കിലും ബേബി രാഷ്ട്രീയ വഴി സ്വീകരിക്കുകയായിരുന്നു. സഹോദരങ്ങളെപ്പോലെ അമ്മയുടെ ആഗ്രഹപ്രകാരം ബേബിയും ഒരു പരീക്ഷ എഴുതിയെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പേപ്പറിൽ മനഃപൂർവ്വം ഉത്തരം എഴുതാതെ തിരിച്ചു കൊടുത്തതിനെക്കുറിച്ച് ബേബി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ബേബിക്ക് 74ാം പിറന്നാളായിരുന്നു. മാതാവിൻ്റെ മരണശേഷം പിറന്നാളില്ലായിരുന്നു ബേബിയുടെ പ്രതികരണം. എന്നാൽ ഭാര്യ ബെറ്റി ഓർമ്മിപ്പിക്കാറുണ്ടെന്ന് ബേബി മാധ്യമങ്ങളോട് പറഞ്ഞു. പിറന്നാൾ വിവരം അറിഞ്ഞ എല്ലാവരും ബേബിക്ക് ആശംസകളുമായി ചുറ്റുമുണ്ടായിരുന്നു. എല്ലാം നിറഞ്ഞ ചിരിയോടെ ബേബി സ്വീകരിക്കുന്ന കാഴ്ചയാണ് മധുരയിൽ കണ്ടത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.